ഹൈക്കമാൻഡ് അടിയന്തരമായി ദില്ലിയിലേക്ക് വിളിപ്പിച്ച വി.എം. സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വി.എം. സുധീരനെ മാറ്റണമെന്ന നിലപാടിൽ എ.ഐ. ഗ്രൂപ്പുകൾ ഉറച്ചുനിൽക്കുകയാണ്. യു.ഡി.എഫ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ലെന്ന് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിക്കും. 3 നേതാക്കളുമായുള്ള ചർച്ചയിലൂടെ പൊട്ടിത്തെറി ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ചർച്ചകളിൽ എ.കെ. ആന്റണിയും ഭാഗഭാക്കാവും. തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയുടെ പേരിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വി.എം. സുധീരനെ മാറ്റണമെന്ന നിലപാട് എ.ഐ. ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കിയതോടെയാണ് 3 നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. ചർച്ചകൾക്കായി വി.എം. സുധീരൻ ഇന്നലെ രാത്രി തന്നെ ദില്ലിയിലെത്തി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇന്ന് ഉച്ചയോടുകൂടി ദില്ലിയിലെത്തും. 3 നേതാക്കളും ഇന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ എ.കെ. ആന്റണിയും ഭാഗഭാക്കാകും. തോൽവിയുടെ ഉത്തരവാദിത്വം KPCC നേതൃത്വത്തിൻ്റെതാണെന്ന നിലപാട് എ.ഐ. ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ വ്യക്തമാക്കിയിരുന്നു. യു.ഡി.എഫ് ചെയർമാൻ പദവി ഏറ്റെടുക്കാനില്ലെന്നും ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനോട് അറിയിക്കും. എന്നാൽ ഹൈക്കമാൻഡ് ഇടപെടുന്നതോടെ യു.ഡി.എഫ് ചെയർമാൻ പദവി ഉമ്മൻചാണ്ടി തന്നെ ഏറ്റെടുക്കുമെന്നാണ് വി.എം. സുധീരന്റെ പ്രതീക്ഷ. തോൽവിയിലേക്ക് വഴിവെച്ചത് ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നും അഴിമതിക്കാരെ മാറ്റി നിർത്തണമെന്ന തന്റെ നിലപാട് അവഗണിച്ചതിലെ തിരിച്ചടിയാണെന്നും സുധീരൻ ഹൈക്കമാൻഡിൽ ആവർത്തിക്കും. എന്നാൽ നിയമസഭാ കക്ഷി നേതൃപദവി കൂടി ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ സാഹചര്യത്തിൽ അധ്യക്ഷപദമൊഴിയാൻ വി.എം. സുധീരനും തയ്യാറാകണമെന്ന നിലപാട് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡിൽ ആവർത്തിക്കും. കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പ് ദൂതനായി എത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സോണിയാഗാന്ധിയോട് ഇതേ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എം ഹസനും കെ സുധാകരനും സമാന നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ദില്ലിയിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്നതിനിടയിലാണ് സമവായം ലക്ഷ്യമിട്ട് ഉന്നത നേതൃത്വത്തെ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് പരാജയം മുൻനിർത്തി തൃശൂർ DCC തിരികെ പിടിക്കാൻ ഐ ഗ്രൂപ്പിൽ കരുനീക്കം ആരംഭിച്ചു. DCC പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകിയ ശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേരിട്ട തിരിച്ചടികൾ ചൂണ്ടിക്കാട്ടിയാണ് ഐ ഗ്രൂപ്പ് കലാപത്തിനൊരുങ്ങുന്നത്. ബൂത്ത് കമ്മിറ്റികൾ മുതൽ അഴിച്ചുപണി വേണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. ായ തൃശൂർ ജില്ലയിൽ DCC പ്രസിഡന്റ് പദവി എ ഗ്രൂപ്പിന് നൽകിയത് മുതൽ തർക്കങ്ങൾ രൂക്ഷമായിരുന്നു. ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാവ് ബി ബൽറാമിനെ മാറ്റി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒ അബ്ദുറഹ്മാൻകുട്ടി പദവി ഏറ്റെടുത്തതോടെ അയഞ്ഞും മുറുകിയും ഗ്രൂപ്പ് വഴക്കുകൾ സജീവമായിരുന്നു. ജില്ലയിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് നൽകിയ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13-ൽ 12 കനത്ത പരാജയം നേരിട്ടതോടെ ഗ്രൂപ്പ് തർക്കം വീണ്ടും സജീവമാവുകയാണ്. തുടർച്ചയായ പരാജയങ്ങൾ മുൻനിർത്തി പ്രസിഡന്റ് പദവി തിരികെ പിടിക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ നീക്കം. പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടും നിലവിലെ പ്രസിഡന്റ് PA മാധവൻ കടിച്ചു തൂങ്ങുകയാണെന്ന് ഐ ഗ്രൂപ്പ് ആരോപിക്കുന്നു. അതേസമയം ഐ ഗ്രൂപ്പ് നേതാക്കൾ പ്രചരണ രംഗത്ത് സജീവമായില്ലെന്നും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയെന്നും ആരോപിച്ചാണ് എതിർപക്ഷം പ്രതിരോധം തീർക്കുന്നത്. മുതിർന്ന നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയ പത്മജ വേണുഗോപാലിന്റെയും അനിൽ അക്കരയുടെയും പരാതികളാണ് എ ഗ്രൂപ്പ് മുമ്പോട്ട് വെക്കുന്നത്. ജില്ലയിലെ ഗ്രൂപ്പ് കൊലപാതകങ്ങളിലും ഐ ഗ്രൂപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ എ വിഭാഗം ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ മുറിമുറുപ്പുകൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഞ്ജു ബോബി ജോർജ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കരുതായിരുന്നുവെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ്. സ്പോർട്സ് കൗൺസിലിലെ നീക്കങ്ങൾക്ക് അഞ്ജു ബോബി ജോർജിനെ കരുവാക്കുകയായിരുന്നു മുൻ സർക്കാർ. സംസ്ഥാനത്തിന് ഒരു കായിക നയമുണ്ടായിരുന്നു എന്നും മുൻ സർക്കാർ അത് അട്ടിമറിച്ചുവെന്നും മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. കളിയെഴുത്തുകാരനും സ്പോർട്സ് പ്രവർത്തകനും മുൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിലും സംഭവത്തെ ഗൗരവമായി വിലയിരുത്തുകയാണ് മുഹമ്മദ് അഷ്റഫ്. കഴിഞ്ഞ സ്പോർട്സ് കൗൺസിൽ സംവിധാനം അഴിമതിയുടെയും രാഷ്ട്രീയ പകപോക്കലിന്റെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമാണ് എന്ന് മുഹമ്മദ് അഷ്റഫ് തറപ്പിച്ചു പറയുന്നു. കേരള സ്പോർട്സ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള അതിശക്തമായ ഒരു സ്പോർട്സ് നയമുണ്ടായിരുന്നു. ആ സ്പോർട്സ് നയം കഴിഞ്ഞ സർക്കാർ മാറ്റിയെഴുതി. ആ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് സാർവദേശീയ നിയമങ്ങളുടെ ലംഘനമാണ്. കാരണം ലോക സ്പോർട്സിന്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുത്ത ഭരണസമിതി വേണമെന്നാണ്. അതിന് പകരം ഇവരിവിടെ ചെയ്തിരിക്കുന്നത് നോമിനേറ്റഡ് സമിതിയാണ്. നോമിനേറ്റ് സമിതിയിൽ അവർ വേറൊരു പദ്ധതി കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു. പ്രമുഖരായ കായിക താരങ്ങളെ മുൻനിർത്തി എന്നുള്ള ഭരണം. അത് തന്നെ ഒരു വലിയ ചതിയായിരുന്നു. കാരണം ഈ ഭരണ സംവിധാനത്തിന്റെ പുറകിൽ നിന്ന് പിൻ ഡ്രൈവിംഗ് നടത്തുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ കായിക താരങ്ങൾക്കൊന്നും തന്നെ ഇവര് നിശ്ചയിച്ചിരിക്കുന്ന മീറ്റിങ്ങിനോ യോഗങ്ങൾക്കോ മറ്റും പങ്കെടുക്കാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ തന്നെ മിക്കവാറും ദേശീയ ക്യാമ്പിലും ഒളിമ്പിക്സിലും അതുപോലുള്ള മറ്റു മത്സരങ്ങളിലുമായിരിക്കും. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരന്റെ നിയമന ഉത്തരവ് അംഗീകരിച്ച ഫയലിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അഞ്ജുവാണ്. അതിനെതിരെ ആദ്യം പ്രതികരിച്ചതും മുഹമ്മദ് അഷ്റഫ് ആയിരുന്നു. ആ ഫയൽ അവർ കാണാതിരിക്കാൻ പറ്റില്ല. അതിന് ആ നിയമനത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണ സമയത്ത്, അതായത് പത്മിനി തോമസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ ഫയൽ വന്നപ്പോൾ അവർ നിരസിച്ചതാണ്. ഇവരിപ്പോ പറയുന്ന ഇദ്ദേഹത്തിന് വിദേശത്തു നിന്ന് ക്വാളിഫിക്കേഷനാണ്. ആ ക്വാളിഫിക്കേഷൻ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു സർവകലാശാലയും അംഗീകരിച്ചിട്ടില്ല. കേരള സ്പോർട്സും അംഗീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്.
അരിവില കൂട്ടാൻ കേരളത്തിലേക്ക് അരി കയറ്റി അയക്കുന്നത് ആന്ധ്ര മില്ലുടമകൾ കുറച്ചു. സീസൺ ആരംഭിച്ചതിനാൽ വില കുറയുമെന്ന ആശങ്കയാണ് അരിക്ക് കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നതിന് പിന്നിലെന്ന് കേരളത്തിലെ അരി വ്യാപാരികൾ ആരോപിക്കുന്നു. അതേസമയം അരി വ്യാപാരികളെയും മില്ലുടമകളെയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നെല്ലിന്റെ വില കർഷകർ ഉയർത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ആന്ധ്രയിലെ മില്ലുടമകളും അരിവില 24 രൂപയിൽ നിന്ന് 28 മുതൽ 29 വരെയാക്കി കൂട്ടിയത്. കമ്പോളത്തിൽ 32 രൂപയായും ഉയർത്തി. എന്നാൽ മില്ലുടമകളും ഇടനിലക്കാരായ ബ്രോക്കർമാരും ചേർന്ന് കേരളത്തിലേക്ക് അരി കയറ്റി അയക്കാതെ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുകയാണെന്നാണ് അരി വ്യാപാരികളുടെ പക്ഷം. ഇത് ഇവിടെ ഇപ്പം ഓണം വരുന്നുണ്ട്, പെരുന്നാൾ വരുന്നുണ്ട്. ഈ സമയത്ത് ഇനിയിപ്പോൾ ഇപ്പോഴേ ഈ ടൈറ്റ് ആണെങ്കിൽ ഓണം പെരുന്നാളും വരുമ്പോൾ കൂടുതൽ ടൈറ്റാണ്. അപ്പോൾ അതിനു മുമ്പ് ഗവൺമെൻറ് ഇവരുമായിട്ട് ചർച്ച ചെയ്ത് സർപ്ലസ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഇവിടെ ചെയ്യത്തക്ക രീതിയിലൊരു സംവിധാനം എത്രമേൽ ചെയ്യാൻ, അതിന് വ്യാപാരികളുടെ എന്ന നിലയിൽ ഞങ്ങൾ ഇവരുമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് അതിന് വേണ്ടുന്ന രീതിയിൽ എല്ലാ സഹായസ്ഥലങ്ങളും എപ്പോഴും നമ്മൾ ഗവൺമെൻറ്റായിട്ട് ഉണ്ടായിരിക്കും. കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറി ആ കൺസ്യൂമർ സ്റ്റേറ്റിൽ മാറി നമ്മൾ ഇവിടത്തേക്ക് വേണ്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എത്രയും യുദ്ധയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യവസായത്തിനൊരു ഊന്നൽ കൊടുക്കുകയും അതിന് വേണ്ടുന്ന എല്ലാവിധ നടപടിയും ചെയ്തില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്ന കേൾക്കേണ്ടി വരുത്തക്ക ഒരു സംവിധാനമാണ് വരുന്നത്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള അരിയുടെ വരവ് കുറഞ്ഞതിനാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആന്ധ്ര അരിക്ക് ഡിമാൻഡ് ഉണ്ടായതും വില കൂടാൻ ഇടയാക്കി. ഒപ്പം വിദേശത്തേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചതും പ്രതിസന്ധി സൃഷ്ടിച്ചു. അതേസമയം അരിവിലക്കയറ്റം തടയാൻ സർക്കാർ പൊതുവിപണിയിൽ ഇടപെടാനും പൂഴ്ത്തിവെപ്പ് തടയാനും നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി മന്ത്രി തിലോത്തമന്റെ നേതൃത്വത്തിൽ അരി വ്യാപാരികളുമായും മില്ലുടമകളുമായും ചർച്ച നടത്തും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. 15 സംസ്ഥാനങ്ങളിലായി ഒഴിവുള്ള 57 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ 30 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ 27 സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമൻ, മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കപിൽ സിബൽ തുടങ്ങിയവർ ശക്തമായ മത്സരമാണ് നേരിടുന്നത്. മോഡി സർക്കാർ 2 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ 57 സീറ്റുകളിലേക്ക് നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. രാജ്യസഭയിൽ നിലവിൽ ഭൂരിപക്ഷമില്ലാത്ത BJP പരമാവധി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ശ്രമമാണ് നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 15 സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിലാണ് തീപാറുന്ന പോരാട്ടം. 11 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശാണ് ശ്രദ്ധാകേന്ദ്രം. മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ, BJP പിന്തുണയോടെ മത്സരിക്കുന്ന പ്രീതി മഹാപത്ര എന്നിവരിൽ ആര് രാജ്യസഭയിലെത്തും എന്ന കാര്യത്തിൽ BSP വോട്ടുകൾ നിർണായകമാകും. സിബലിന് വിജയിക്കണമെങ്കിൽ BSPയുടെ പിന്തുണ വേണം. സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കഴിഞ്ഞാലും BSPക്ക് 12 വോട്ടുകൾ അധികമായി ഉണ്ടാകും. 29 അംഗങ്ങളുടെ പിന്തുണയുള്ള കോൺഗ്രസിന് BSPയുടെ 5 വോട്ടുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ കപിൽ സിബലിനെ രാജ്യസഭയിലെത്തിക്കാനാകൂ. കർണാടകയിൽ നിന്നും മത്സരിക്കുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമന് 44 BJP അംഗങ്ങളുടെ പിന്തുണ കൂടാതെ 1 വോട്ട് കൂടി അധികമായി വേണ്ടിവരും. മുൻ കേന്ദ്രമന്ത്രിമാരായ ഓസ്കാർ ഫെർണാണ്ടസും ജയറാം രമേശും വിജയിക്കുമെന്ന് ഉറപ്പായി. ഹരിയാനയിലെ ഒരു സീറ്റിൽ കേന്ദ്രമന്ത്രി ചൗധരി ബീരേന്ദ്ര സിംഗിനെ ജയിപ്പിക്കാൻ BJPക്ക് കഴിയുമെങ്കിലും രണ്ടാമത്തെ സീറ്റിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ RK ആനന്ദിന് കോൺഗ്രസും INLDയും പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ BJP പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി സുഭാഷ് ചന്ദ്ര പരാജയപ്പെടാനാണ് സാധ്യത. വോട്ടിനായി കോഴ വാഗ്ദാന ആരോപണം ഉയർന്ന കർണാടകയിൽ വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും നിശ്ചയിച്ച സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വെള്ളക്കെട്ടും മാലിന്യ നീക്കവും റോഡിലെ ഗട്ടറും മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ജനങ്ങളുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ടറിയിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നു. ചിത്രം സഹിതം നിങ്ങൾ അയക്കുന്ന പരാതികൾ പരിഹരിക്കാനും മോണിറ്റർ ചെയ്യാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോൾ സെന്റർ ഉണ്ടാകും. ഇടവപ്പാതി എന്ന് പേരിട്ട മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാണ് മുഖ്യമന്ത്രി മുൻകൈയെടുക്കുന്നത്. ഇടവപ്പാതി ഇനി മുതൽ ഒരു സവിശേഷമായ കാലാവസ്ഥയുടെ മാത്രം പേരല്ല. ചുറ്റുവട്ടത്തെ ചെറിയ വലിയ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ഉപാധി കൂടിയാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതോ വെള്ളക്കെട്ടോ മാലിന്യ പ്രശ്നമോ ഓട കരകവിഞ്ഞൊഴുകുന്നതോ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെല്ലാം ഇനി പരിഹാരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ സർക്കാരിൻ്റെ പുതിയ ആപ്ലിക്കേഷനായി ഇടവപ്പാതി ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷനുള്ളിൽ കടന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പരും ജില്ലയും വാർഡും പ്രദേശവും ടൈപ്പ് ചെയ്യുക. അടിയന്തരമായി ശുചീകരിക്കേണ്ടതോ അല്ലെങ്കിൽ മരാമത്ത് പണി നടത്തേണ്ടതോ ആയ പ്രശ്നത്തിൻ്റെ ഒരു ചിത്രം കൂടി എടുത്ത് പരാതി അപ്ലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് പരാതിയുടെ ഒരു 1 ടൈം പാസ്വേഡ് കിട്ടും. നിങ്ങളുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള കോൾ സെന്റർ ബന്ധപ്പെട്ട വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് അയച്ചു നൽകും. ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത് പരിഹരിക്കാനായി ഉടൻ ശ്രമം ആരംഭിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ജനങ്ങൾ സർക്കാർ ഓഫീസിന്റെ തിണ്ണ നിറങ്ങുന്ന രീതി അവസാനിപ്പിക്കാനുള്ള പുതിയ ആപ്ലിക്കേഷൻ ഉപയോഗപ്രദമാകുമെന്നാണ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്ത സീഡിറ്റിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീജിത്ത് പറയുന്നത്.
ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ അറിയിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയുള്ള സോഫ്റ്റ്വെയറിൽ പെടുകയും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് എല്ലാ ജനങ്ങൾക്കും എത്രയും പെട്ടെന്നുള്ള ഒരു പരിഹാരം, മഴക്കാല കുഴികളും നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് എത്ര മാലിന്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരാതി പരിഹാര രീതി ഒരു ജനകീയ മുന്നേറ്റമാവാനാണ് സാധ്യത. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അന്ധവിശ്വാസത്തെ കാറ്റിൽ പറത്തിയും വിവാദങ്ങൾക്ക് വിരാമമിട്ടും ധനമന്ത്രി തോമസ് ഐസക് 13-ാം നമ്പർ കാർ സ്വന്തമാക്കിയത് വൈറലാകുന്നു. അശുഭകരമെന്ന് വിശ്വസിക്കപ്പെടുന്ന 13-ാം നമ്പർ കാർ UDF മന്ത്രിസഭയിൽ ആരും ഏറ്റെടുത്തിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഐസക് കാർ ചോദിച്ചു വാങ്ങിയത്. പതിമൂന്നാം നമ്പർ സ്റ്റേറ്റ് കാറുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ ആ നിർഭാഗ്യ നമ്പർ എന്ന അന്ധവിശ്വാസം പേറുന്ന 13-ാം നമ്പർ കാർ ധനമന്ത്രി തോമസ് ഐസക് സ്വന്തമാക്കി. അവസാനം ആ 13-ാം നമ്പർ കാർ കിട്ടിയെന്ന പോസ്റ്റും അദ്ദേഹം ഇട്ടു. അന്ധവിശ്വാസത്തെ കാറ്റിൽ പറത്തിയും വിവാദങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടുമാണ് ഐസക് കാർ സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ധനമന്ത്രിയുടെ കാർ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. അതൊരു പൊതു വിശ്വാസമാണ്, ഭാഗ്യക്കേടിൻ്റെ നമ്പറാണെന്നുള്ളത്. പക്ഷേ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. 13 നമ്പർ മന്ത്രിമാരെടുക്കുന്നില്ല, അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന്. നമുക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് എന്നാൽ 13 ഞാൻ എടുത്തോളാന്ന് വെച്ചു. UDF സർക്കാരിന്റെ കാലത്ത് 13-ാം നമ്പർ കാർ ആരും ഏറ്റെടുക്കാൻ ധൈര്യം കാട്ടിയിരുന്നില്ല. LDF സർക്കാർ അധികാരത്തിലേറിയിട്ടും ആരും കാർ ഏറ്റെടുക്കുന്നില്ലെന്ന വിമർശനത്തിനുള്ള മറുപടി കൂടിയായിട്ടാണ് ഐസക് കാർ ഏറ്റെടുക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ രാഹുൽ ചന്ദ്രനൊപ്പം എസ് ഷീജ, തിരുവനന്തപുരം. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത പരാജയം നേരിട്ട മണ്ഡലങ്ങളെ സംബന്ധിച്ച് യോഗം പ്രത്യേകമായി ചർച്ചയും തുടരും. തിരുവല്ല KSRTC ടെർമിനലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫീസ് ഉയർത്തിയ നടപടി പിൻവലിച്ചു. DYFI നടത്തിയ ഉപരോധ സമരത്തെ തുടർന്നാണ് ഫീസ് വർധന പിൻവലിച്ചത്. ജൂൺ 1 മുതലായിരുന്നു യാതൊരു മുന്നറിയിപ്പും കൂടാതെ പാർക്കിംഗ് ഫീസ് ഇരട്ടിയാക്കിയത്. KSRTC ടെർമിനലിലുള്ള പാർക്കിംഗ് ഏരിയയിൽ കാറുകൾ ഒരു ദിവസം പാർക്ക് ചെയ്യാൻ 30 രൂപയായിരുന്നത് 80 രൂപയായും ഇരുചക്ര വാഹനങ്ങൾക്ക് മണിക്കൂറിന് 7 രൂപ എന്നതും 10 രൂപയായും വർദ്ധിപ്പിച്ചിരുന്നു. 24 മണിക്കൂർ ഇരുചക്രവാഹനം ടെർമിനലിൽ സൂക്ഷിക്കണമെങ്കിൽ 15 രൂപയ്ക്ക് പകരം 20 രൂപയാക്കി ഉയർത്തി. ഈ അനധികൃത ഫീസ് വർധനയ്ക്കെതിരെയായിരുന്നു DYFIയുടെ നേതൃത്വത്തിൽ KSRTC ടെർമിനലിൽ പ്രവർത്തിക്കുന്ന KTDFC ഓഫീസ് ഉപരോധിച്ചത്. തുടർന്ന് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിരക്ക് വർധനവ് പിൻവലിക്കാമെന്ന KSFDC പ്രൊജക്ട് മാനേജർ തോമസ് ചെറിയാൻ രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് DYFI ഉപരോധം അവസാനിപ്പിച്ചത്. KSRTC ജനങ്ങളുടെ സ്വത്താണ്. KTDFC ഒരു ബ്ലേഡ് കമ്പനിയെ പോലെ തിരുവല്ലയിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സമീപനമായി മുന്നോട്ട് വന്നാൽ വലിയ സമരം, ഈ സംവിധാനം നിർത്തിവെക്കുന്ന തരത്തിലുള്ള സമരം DYFI ഏറ്റെടുക്കും. CPIM തിരുവല്ല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. DYFI ഭാരവാഹികളായ R. മനു, അനീഷ് കുമാർ, പ്രകാശ് ബാബു എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. 12 നിലകളുള്ള KSRTC കോംപ്ലക്സിന്റെ ഭൂഗർഭത്തിലുള്ള 2 നിലകളിലാണ് പാർക്കിംഗ് ഒരുക്കിയിരുന്നത്. 200 കാറുകളും 500 ബൈക്കുകളും ഒരേ സമയം പാർക്ക് ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ട്. KTDFCയുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിട സമുച്ചയങ്ങളിലെയും പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായാണ് ഇവിടെയും നിരക്ക് വർദ്ധിപ്പിച്ചതെന്നായിരുന്നു നേരത്തെ KFDC അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. KSEBയിൽ നിന്ന് ലൈസൻസ് ഫീസ് ഈടാക്കാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ്. വൈദ്യുതി ഉപഭോക്താക്കൾക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കേണ്ട എന്ന ഉദ്ദേശത്തോടെ 2006 മുതൽ ലൈസൻസ് ഫീസ് ഈടാക്കേണ്ടതില്ലെന്ന് അന്നത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ മറികടന്ന് UDF സർക്കാരിന്റെ അവസാന കാലത്ത് വീണ്ടും ലൈസൻസ് ഫീസ് ഈടാക്കാനായി ഇറക്കിയ ഉത്തരവ് നടപ്പാക്കാനാണ് കമ്മീഷൻ ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതേസമയം ലൈസൻസ് ഫീസ് നൽകേണ്ടി വന്നാൽ കോടികളുടെ സാമ്പത്തിക ബാധ്യതയായിരിക്കും KSEBക്ക് ഉണ്ടാവുക. KSEB വിൽക്കുന്ന വൈദ്യുതിയുടെ 0.03% തുക ലൈസൻസ് ഫീസായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അടയ്ക്കണമെന്നതായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിർദ്ദേശം. എന്നാൽ 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ലൈസൻസ് ഫീ വേണ്ടെന്ന് വെച്ചു. ഉപഭോക്താക്കളിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനം. പക്ഷേ UDF സർക്കാരിൻ്റെ കാലത്ത് ലൈസൻസ് ഫീസ് ഈടാക്കാൻ വീണ്ടും നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് 2011 KSEB
7.48 കോടി രൂപ പ്രതിഷേധത്തോടെ കമ്മീഷന് അടയ്ക്കുകയും ചെയ്തു. തുടർന്ന് സർക്കാർ തീരുമാനം ഉപേക്ഷിച്ചു. എന്നാൽ 15/7/2015 UDF സർക്കാർ വീണ്ടും ഫീസിനായി ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ പണം സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് പഴയ ഓർഡർ അനുസരിച്ച് ലൈസൻസ് ഫീസ് അടയ്ക്കണമെന്ന ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PS പ്രശാന്ത് റെഗുലേറ്ററി കമ്മീഷന്റെ ഇത്തരം നടപടികളിൽ ഇനിയും സർക്കാർ ഇടപെടൽ വേണ്ട എന്ന വ്യക്തമായ സൂചനയാണ് ഇങ്ങനൊരു ഉത്തരവിലൂടെ റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ബോർഡിനും സർക്കാരിനും ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനമേ ഈ സർക്കാർ കൈക്കൊള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. കമ്മീഷന് ലൈസൻസ് ഫീ അടയ്ക്കേണ്ടി വന്നാൽ അത് KSEBിക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയായിരിക്കും ഉണ്ടാക്കുക. ഇത് താരിഫ് മാറ്റത്തിനും നിരക്ക് വർധനയ്ക്കും വഴിവെക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റംസാൻ നോമ്പ് തുറക്കുള്ള റെഡിമെയ്ഡ് ഭക്ഷണ വിഭവങ്ങളുമായി നാടെങ്ങും വിൽപ്പന സ്റ്റാളുകൾ. നോമ്പുകാലത്ത് മാത്രം തുറക്കുന്ന ഇത്തരം താൽക്കാലിക വിൽപ്പന കേന്ദ്രങ്ങളിൽ സമോസ മുതൽ ബിരിയാണി വരെയുള്ള നാടൻ വിഭവങ്ങൾ ലഭ്യമാണ്. കാസർഗോഡ് നഗരത്തിലും പാതയോരങ്ങളിലും തുറന്നിട്ടുള്ള ഡസൻ കണക്കിന് പലഹാര കടകളിൽ നല്ല തിരക്കാണ് കാണാനാവുന്നത്. നഗരഗ്രാമഭേദമന്യേ പാതയോരങ്ങളിൽ റംസാൻ നോമ്പുതുറയ്ക്കുള്ള റെഡിമെയ്ഡ് ഭക്ഷണ വിഭവങ്ങളുമായി താൽക്കാലിക വിൽപ്പനശാലകൾ ഇപ്പോൾ സജീവമാണ്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ നിരവധിയാണ്. ബേക്കറികൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, വ്യക്തിഗത സംരംഭകർ എന്നിവരെല്ലാം നോമ്പുതുറയ്ക്കുള്ള റെഡിമെയ്ഡ് വിഭവങ്ങളുമായി വിൽപ്പന കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ആളുകൾ വീട്ടിലുണ്ടാക്കുന്നതിനായിട്ടും കൂടുതലായിട്ട് റെഡിമെയ്ഡ് വാങ്ങുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മളിവിടെ തന്നെ എത്തുന്നത്. ആളുകൾ മോശമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ടും കൂടുതലായിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാണ് വിൽപ്പനശാലകൾ സജീവമാകുന്നത്. ചൂടോടെ എത്തുന്ന നാടൻ വിഭവങ്ങൾ വാങ്ങാൻ സ്ത്രീകൾ ഉൾപ്പെടെ ആവശ്യക്കാരുടെ നല്ല തിരക്കാണ് വിൽപ്പന കേന്ദ്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. പരിശുദ്ധമായ റംസാൻ നോമ്പുതുറയ്ക്ക് നാടൻ ഭക്ഷണ വിഭവങ്ങൾ ഏറെ പ്രിയമാണ്. റംസാൻ കാലത്ത് ഇത്തരം വിപണനശാലകൾ എവിടെയും കാണാൻ സാധിക്കും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സുവർണ ജൂബിലി സമ്മേളനം രണ്ടാം ദിനത്തിൽ ചരിത്ര സാംസ്കാരിക പ്രദർശനത്തോടെയാണ് 4 നാൾ നീളുന്ന സമ്മേളനത്തിന് തുടക്കമായത്. ഇന്നത്തെ പ്രതിനിധി സമ്മേളനം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. ചരിത്ര സാംസ്കാരിക പ്രദർശനത്തോടെയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സുവർണ ജൂബിലിക്ക് തലസ്ഥാനത്ത് തുടക്കമായത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. സുവർണ ജൂബിലിയുടെ പ്രതിനിധി സമ്മേളനം ഇന്ന് നടക്കും. രാവിലെ 10:00 AKG ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. മതനിരപേക്ഷ സമൂഹവും പുരോഗമന പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും നടക്കും. ഞായറാഴ്ച രാവിലെ 10:00 സുഹൃത്ത് സമ്മേളനം മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. നവകേരള വികസനം പ്രതിസന്ധിയും പ്രതീക്ഷയും എന്ന സെമിനാർ, യാത്രയയപ്പ് സമ്മേളനവും സുവർണ ജൂബിലി നേതൃസംഗമം, വനിതാ സംഗമം എന്നിവയും KGOA സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. അതോടെ 4 നാൾ നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലിക്ക് സമാപനമാകും. തരിശു നിലങ്ങളിൽ നൂറുമെനി വിളയിച്ച കഥയാണ് ഒരുമ ജൈവകൃഷി ഫ്രണ്ട്സ് എന്ന കർഷക സംഘത്തിന് പറയാനുള്ളത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ തെങ്ങോട് വാർഡിലെ 10 കർഷകരാണ് ജൈവകൃഷിയിൽ ജൈത്രയാത്ര തുടരുന്നത്. ഒരു കാലത്ത് കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലമാണിത്. ഇന്ന് ഇവിടെ ഇല്ലാത്ത കൃഷിയില്ല. വാഴ, കപ്പ, ചേന, ചേമ്പ്, മത്തൻ, കുമ്പളം, പടവലം, വഴുതന തുടങ്ങി എല്ലാ വിളകളുമുണ്ട് ഒരുമ ജൈവകൃഷി ഫ്രണ്ട്സിന്റെ തോട്ടത്തിൽ. പനക്കലോടിയൻ സുരേഷ്, എൽദോ കെ മാത്യു എന്നിവരുടെ വെറുതെ കിടന്ന ഭൂമിയിൽ 2014 മുതലാണ് ഇവർ കൃഷി ആരംഭിച്ചത്. മികച്ച നേട്ടമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്ന് സംഘം സെക്രട്ടറി KG ജയചന്ദ്രൻ പറയുന്നു. ആദ്യമായി മുടക്കിയ മുതൽ ഞങ്ങൾ എല്ലാവരും തന്നെ വീതിച്ച് ഫസ്റ്റ് വിളവിൽ തന്നെ ഞങ്ങൾക്ക് അത് വീതിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 10 പേരും വിവിധ ജോലി ചെയ്യുന്ന ആളുകളാണ്. രാവിലെ ഒരു 6 മണി മുതൽ 8 മണി വരെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടാവും, പറമ്പിലുണ്ടാവും. അതുപോലെ വൈകിട്ട് 5 മണിക്ക് ശേഷം ഇരുട്ടാവുന്നത് വരെ ഞങ്ങൾ ഈ തോട്ടത്തിൽ തന്നെ ഉണ്ടാവും. 3 ഇടങ്ങളിലായി 4.5 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. പാട്ടം വാങ്ങാതെ കൃഷിയിറക്കാൻ സ്ഥലം നൽകിയ ഉടമകൾക്ക് നന്ദി പറയുന്ന ഇവർ സംഘകൃഷിയിലൂടെ നമുക്ക് മാതൃകയാവുകയാണ്. കൊച്ചിയിൽ നിന്ന് ജയപ്രകാശിനൊപ്പം സമീർ വഴങ്ങോട്. ഇനി നമ്മുടെ MLA കാർഷിക പരമ്പരാഗത വ്യവസായങ്ങളുടെ നാടാണ് വൈക്കം. അവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതം നിലവാരം ഉയർത്തുന്ന വികസന പദ്ധതികളാണ് MLA CK ആശ ലക്ഷ്യമിടുന്നത്. ത്രിതല പഞ്ചായത്തുകളുമായി
സഹകരിച്ച് മണ്ഡലത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ജനപ്രതിനിധി. മണ്ഡലത്തിന്റെ വികസനത്തിന് വ്യക്തമായ രൂപരേഖ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു CK ആശയുടെ കന്നി മത്സരം. ഈ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങൾ 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CK ആശയെ വൈക്കത്തിന്റെ MLA ആയി തിരഞ്ഞെടുത്തത്. വൈക്കത്തെ കാർഷിക മേഖലയെ സ്വയം പര്യാപ്തതയിലെത്തിക്കുന്നതിനും നിരവധി സ്ത്രീകൾ തൊഴിലെടുക്കുന്ന പരമ്പരാഗത മേഖലയുടെ പുനരുജ്ജീവനത്തിനും പ്രത്യേക പദ്ധതിയുമൊക്കെയാണ് CK ആശ MLAയുടെ ലക്ഷ്യം. വൈക്കത്തെ ഒരു തരിശുരഹിത മണ്ഡലമാക്കുക വഴി വൈക്കം കൃഷിയുടെ കാര്യത്തിൽ, ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന വലിയൊരു സ്വപ്നമാണ് ആദ്യം തന്നെ എനിക്ക് മനസ്സിലുള്ളത്. പരമ്പരാഗത വ്യവസായങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അതെല്ലാം തന്നെ ഇന്ന് തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. അവയുടെ എല്ലാത്തിന്റെയും ഒരു പുനരുജ്ജീവനം വഴി പൊതുജനങ്ങൾക്ക് വലിയ ഒരു വരുമാനദായകമായ പദ്ധതി ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു സ്വപ്നമാണ് മനസ്സിലുള്ളത്. വേമ്പനാട്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന വൈക്കം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു ജലഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം കടുത്ത കുടിവെള്ളക്ഷാമവും. വൈക്കം മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള വലിയൊരു കർമ്മ പദ്ധതി മുന്നിലുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ മണ്ഡലത്തിന്റെ ഹൃദയഭാഗവുമായി കൂട്ടിയിണക്കാനുള്ള പാലങ്ങൾ, റോഡുകൾ, എല്ലാ വീട്ടിലും വൈദ്യുതി എന്നിവയ്ക്ക് പുറമെ വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിലും വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാനുള്ള പ്രവർത്തനത്തിലാണ് CK ആശ MLA. ന്യൂസ് ബ്യൂറോ, കോട്ടയം.